സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. മാധ്യമങ്ങളെയും PR ഏജൻസികളെയും ഉപയോഗിച്ച് എതിരാളികളുടെ വായടക്കാൻ നോക്കുന്നതാണ് പതിവെങ്കിലും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തോറ്റു. നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മുഴുവൻ സഭയിലിരുന്നത്. ബുധനാഴ്ച ലോകസഭയിൽ വരികയാണെങ്കിൽ കരസേനാ മുൻ മേധാവി ജനറൽ MM നരവനെയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ പകർപ്പ് അദ്ദേഹത്തിന് നേരിട്ട് കൈമാറുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഇരുന്നത്. പക്ഷേ വന്നില്ല നരേന്ദ്രമോദി. അതിനുള്ള 56 ഇഞ്ചൊന്നും മോഡിക്കുണ്ടായിരുന്നില്ല. ഇന്നലെ ലഡാക്കിൽ ചൈനീസ് കടന്നുകയറ്റം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മൗനം പാലിച്ചു എന്ന സത്യമാണ് കരസേന മേധാവിയായിരുന്ന നരവനെയുടെ ഓർമ്മക്കുറിപ്പിൽ വെളിപ്പെടുത്തിയത്. ഇതിനെ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായതിന് പിന്നാലെ ഇതിലെ സത്യമറിയാൻ രാജ്യത്തിന് താൽപ്പര്യമുണ്ടെന്നും അതിനായി നരേന്ദ്രമോദി സഭയിലെത്തണമെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത്. തിങ്കളാഴ്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള ഒരു മറുപടിക്കിടെയാണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ പരാമർശിച്ചത്. അവസാനം നരേന്ദ്രമോദി കീഴടങ്ങി. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകസഭയിലേക്ക് വരാൻ ധൈര്യപ്പെടുമെന്ന് താൻ കരുതുന്നില്ല എന്ന് ഓർമ്മക്കുറിപ്പിൻ്റെ പകർപ്പ് കൈവശം വെച്ചുകൊണ്ട് പാർലമെൻറ്റ് സമുച്ചയത്തിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തോടായി പറയുകയും ചെയ്തു. കാരണം അദ്ദേഹം അവിടെ വന്നാൽ ഈ ഓർമ്മ പുസ്തകത്തിൻ്റെ പകർപ്പ് നേരിട്ട് രാഹുൽ ഗാന്ധി നൽകും. അദ്ദേഹത്തിന് ആ പുസ്തകം വായിക്കാനും രാജ്യത്തിന് സത്യമറിയാനും അങ്ങനെ വഴിയൊരുങ്ങും. അത് പാടില്ല. ലഡാക്കിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരണവും ഈ പുസ്തകത്തിലുണ്ടെന്നും രാജ്യത്തെ എല്ലാ യുവാക്കളും ഇത് വായിക്കണമെന്നും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതോടെ നരേന്ദ്രമോദിയുടെ ഒളിച്ചുകളി എല്ലാവർക്കും മനസ്സിലായി. നരവനെയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലോകസഭയിൽ വായിച്ചാൽ നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തലയിൽ മുണ്ടിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിലെ വരികൾ ലോകസഭയിൽ ഉദ്ധരിക്കാനാവില്ല എന്ന് അവർ ചട്ടം കെട്ടുന്നത്. അതായത് മുൻ കരസേനാ മേധാവിയായ ജനറൽ നരവാനെ രാജ്നാഥ് സിംഗിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ചൈനീസ് ടാങ്കുകൾ കൈലാസ പർവ്വത നിരയിൽ എത്തിക്കഴിഞ്ഞുവെന്നും നമ്മൾ എന്തു ചെയ്യണമെന്നും ചോദിച്ചപ്പോൾ ആദ്യം രാജ്നാഥ് സിംഗ് മറുപടിയൊന്നും നൽകിയില്ല മേധാവിക്ക്. പിന്നീട് വിദേശകാര്യമന്ത്രി S ജയശങ്കറോടും നരവനെ ഇക്കാര്യം തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. അപ്പോഴും മറുപടി ലഭിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ഉന്നതരെ അറിയിക്കാമെന്ന് രാജ്നാഥ് സിംഗ് മറുപടി നൽകി. ചൈനീസ് സൈന്യം എത്തിയാൽ അനുവാദമില്ലാതെ അവർക്കെതിരെ വെടിവെക്കരുത് എന്നാണ് ഉന്നത തലത്തിൽ നിന്ന് ലഭിച്ച സ്റ്റാൻഡിംഗ് ഓർഡർ. നരവനെയും നമ്മുടെ സൈനികരും ആ ടാങ്കുകൾക്ക് നേരെ വെടിവെക്കാൻ ആഗ്രഹിച്ചത് അവ നമ്മുടെ പ്രദേശത്ത്, അതായത് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ്. എന്നാൽ നരേന്ദ്രമോദി തൻ്റെ ഉത്തരവാദിത്തം അന്ന് നിറവേറ്റിയില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ എന്ന തീർത്തും ഉത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം കരസേനാ മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. താൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയെന്നും മുഴുവൻ സംവിധാനവും തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഇതേക്കുറിച്ച് നരവനെ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ വാചകങ്ങൾ സഭയിൽ ഉദ്ധരിച്ചപ്പോൾ അത് പ്രസിദ്ധീകരിച്ചതാണോ എന്ന് ചോദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നത്. ദി കാരവൻ മാസികയിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറഞ്ഞ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ദേശീയ സുരക്ഷയിലെ ഈ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് തുടർന്ന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി തന്നെ നിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച MP മാരെയാകട്ടെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയും നരേന്ദ്രമോദി അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. നമുക്കറിയാം, പുൽവാമയടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്ന വലിയ ഭീകരാക്രമണങ്ങളുടെ സത്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കഴിവുകേടുകൾ ഒരു പുസ്തകമായി ഇറങ്ങിയ സാഹചര്യത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ശരിക്കും കീഴടങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും.